കതിരൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെ ഒരു രതീഷ് എന്ന് പറഞ്ഞ നമ്മുടെ പ്രവർത്തനം വീണ്ടും കൊലപ്പെടുത്തി. 3 ഒരു കൊല്ലം കഴിഞ്ഞതിന് ശേഷം കോടിയേരിക്കടുത്ത് മൂഴിക്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ മറ്റൊരു പ്രവർത്തകനെ കൂടി പ്രേമൻ കൊലപ്പെടുത്തി. 4 ഒരു വർഷം കഴിഞ്ഞപ്പോ സൂരജ് എന്ന് പറഞ്ഞ നമ്മുടെ മറ്റൊരു പ്രവർത്തകനെ മുഴപ്പിലങ്ങാട് CPM വിട്ടു വന്നിട്ട് 7 മാസമേ ആയിട്ടുണ്ടായിരുന്നു. CPMന്റെ സജീവ പ്രവർത്തകൻ ഡിവൈഎഫ്ഐയുടെ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. സൂരജിനെ കൊലപ്പെടുത്തി. 5 ഈ 5 കൊലപാതകം തലശ്ശേരിയുടെ ഒരു വട്ടത്തിൽ നടന്ന ഇതിലൊരു കൊലപാതകത്തിന് പോലും തിരിച്ചടി ഉണ്ടായിട്ടില്ല. ഇത് കഴിഞ്ഞു ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് വീണ്ടും കൊലപാതകങ്ങളുടെ പരമ്പര തന്നെ ഉണ്ടായി. ഒരു വക്കീലനെ പാനൂരിൽ വത്സരാജക്കുറുപ്പ്, വളരെ പ്രഗത്ഭനായ ഒരു അഭിഭാഷകൻ, BJPയുടെ മണ്ഡലം കമ്മിറ്റി മെമ്പറായും, വീട്ടിൽ കയറിയിട്ട് ഒരു കേസിന്റെ കാര്യം സംസാരിക്കാനെന്ന് പറഞ്ഞ് രാത്രി വീട്ടിൽ നിന്ന് വിളിച്ചാൽ വീട്ടിൽ വെച്ച് തന്നെ വെട്ടിക്കൊടുത്തു. ഭാര്യയുടെ മുമ്പിലിട്ടിട്ട് വക്കീലിനെ. വിദ്യാഭ്യാസമുള്ളവരൊന്നും RSSും BJP ആയിട്ട് ബന്ധപ്പെടാൻ പാടില്ല എന്ന് ഭീഷണിയാണ്. കൂത്തുപറമ്പിൽ പ്രമോദ് എന്ന് പറയുന്ന സ്വയം സേവകനെ ജോലിക്ക് പോകുന്ന സമയത്ത് വെട്ടിക്കൊന്നു. ഇതൊന്നും തിരിച്ചടികളില്ലാത്ത സംഭവങ്ങളാണ്. അവിടെ തന്നെ പടുവിലായി എന്ന് പറഞ്ഞ സ്ഥലത്ത് കൂത്തുപറമ്പിൽ തന്നെ ഒരു ഷാജി, ആ ഷാജിയെ കൊല ചെയ്തു. നല്ല മുഖ്യശിക്ഷകനായിരുന്നു, നല്ല സ്വയം സേവനായിരുന്നു. കമ്മ്യൂണിസ്റ്റ് കുടുംബമടക്കം വന്നാണ്. ആ പ്രദേശം മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരാണ് നമ്മുടെ കൂടെ വന്ന് ചാവ് തുടങ്ങി ഷാജിയെ കൊല ചെയ്തു. തീർത്തും ഏകപക്ഷീയമാണ് ഈ സംഭവങ്ങളെല്ലാം. എന്നിട്ടും നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു തിരിച്ചടി. 5-8 സ്വയംസേവന്മാരെ ഇതുപോലെ കൊല ചെയ്തു. ഒരു ചെറിയ പ്രദേശത്താണിത്. ആ പ്രദേശത്ത് കൊല ചെയ്തിട്ടും എല്ലാ തരത്തിലുള്ള ആത്മരോഷവും ഉണ്ടായിട്ടും അമർഷമുണ്ടായിരുന്നു. നമ്മുടെ പ്രവർത്തകന്മാർക്ക് തിരിച്ചടിയില്ല, അങ്ങനെ അമർഷമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ സമാധാനം പാലിക്കണം. സമാധാനപരമായ അന്തരീക്ഷത്തിലെ സംഘപ്രവർത്തനം നടക്കൂ എന്നുള്ള ശാസന സംഘാധികാരിമാർ കൊടുത്തപ്പോൾ അതനുസരിച്ചു. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം തലശ്ശേരി മേഖലയിൽ നവംബർ 5-നാണ് പ്രശ്നം ആരംഭിച്ചതെന്ന് അവരിപ്പോഴെല്ലാവരുടെയും പറയുന്നു. നവംബർ 5 ഓരോരുത്തരുടെ സൗകര്യമനുസരിച്ച് തീയതി മാറ്റുന്നതാണ്. നവംബർ 3-നാണ് പ്രശ്നം ആരംഭിക്കുന്നത്. ആ നവംബർ മാസം 3-ാം തീയതി ഷെറിൻ എന്ന് പറയുന്ന മാഹിക്കടുത്ത് ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതാവായി ഇപ്പോഴും പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീ, അവിടുത്തെ പഞ്ചായത്ത് മെമ്പറായിരുന്നു, ന്യൂമാഹി പഞ്ചായത്ത് മെമ്പർ, CPMന്റെ മെമ്പർ, അവരുടെ മകൻ ഷെറിൻ നമ്മുടെ സ്വയംസേവന പാർട്ടിയുടെ നേതാവിന്റെ മഹിളാ അസോസിയേഷൻ നേതാവിന്റെ വീട്ടിൽ കയറിയിട്ട് കഴിഞ്ഞ ടേമിൽ പഞ്ചായത്ത് മെമ്പറായിരുന്നു അവരുടെ പാർട്ടിയുടെ ആ സ്ത്രീയുടെ മുമ്പിലിട്ട് മകനെ വെട്ടി, കൈയും കാലും വെട്ടി. ഷെറിൻ എന്ന് പറയുന്ന സ്വയം 22 വയസ്സാണ്. ഇപ്പോഴും കിടക്കുകയാണ്. കൈയും കാലും വെട്ടേറ്റ് എഴുന്നേറ്റ് നടക്കാൻ സാധിക്കാതെ, പരസഹായമില്ലാതെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഷെറിൻ തിരിച്ചെടുത്തിട്ടില്ല. നവംബർ 3-നാണ് ഈ സംഭവം. നവംബർ 4-ാം തീയതി തൊട്ടിപ്പുറത്ത് കൊടക്കളം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, കതിരൂർ. അവിടെ 2 സ്വയംസേവന്മാർ ബൈക്കിൽ പോകുമ്പോൾ തടഞ്ഞു നിർത്തിയിട്ട് 2 പേരെയും വെട്ടി. അതിലൊരാളുടെ തലച്ചോറ് പുറത്തായിപ്പോയി വെട്ടിയിട്ട്. ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. കാലിന്റെ 3 വിരൽ നഷ്ടപ്പെട്ടു. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചതുകൊണ്ട് ജീവൻ നിലനിൽക്കുന്നു എന്ന് മാത്രമാണ്. ഇപ്പോഴും എഴുന്നേറ്റ് നടക്കാൻ സാധിക്കുന്നില്ല. നവംബർ 4. നവംബർ 5-ാം തീയതി തൊട്ടുപിറ്റേന്ന് ഇതിനൊന്നും ഒരു CPMന് ഒരു പ്രശ്നം അങ്ങോട്ടുണ്ടായിട്ടില്ല. നവംബർ 5-ാം തീയതി ഉച്ചക്ക് കൊളശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ഷാജി, ആ ഷാജിയുടെ ഓട്ടോറിക്ഷ മുമ്പ് കത്തിച്ചതായിരുന്നു. എന്നിട്ട് സ്വയംസേവന്മാർ കഷ്ടപ്പെട്ടിട്ട് ഓട്ടോറിക്ഷ വാങ്ങിക്കൊടുത്തിട്ടാണ് ഷാജി ഇപ്പോൾ ഓടിക്കുന്നത്. ആ ഷാജിയെ ടൗണിൽ വെച്ച് വീണ്ടും വെട്ടി. ആ ഷാജിയുടെ സംസാരശേഷി നഷ്ടപ്പെട്ടിരിക്കുക. അങ്ങനെയുള്ള ഒരുപാട് സ്വയംസേവന്മാർ അവിടെയുണ്ട്. കതിരൂരിൽ ബോംബേറിൽ 2 കണ്ണും നഷ്ടപ്പെട്ട ഷാജി, ഇവിടെ ചിത്രമുണ്ട്. നമ്മുടെ കണ്ണൂർ ജില്ലാ കാര്യവാഹ് V. ശശിധരന്റെ അനുജൻ. 2 കണ്ണും നഷ്ടപ്പെട്ടിട്ട് ഇപ്പോൾ സംസാരശേഷി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഈ 3 ദിവസം 4 പേർക്ക് പരിക്കേറ്റു. 5-8 സ്വയംസേവന്മാരെ നിരന്തരമായി കൊന്നിട്ടും ഒരു പ്രതികരണവുമില്ലാതെന്നും സ്വയംസേവന്മാർ ഇപ്പോൾ ഈ രീതിയിൽ അപ്പുറത്തും ഇപ്പുറത്തും തലങ്ങും വിലങ്ങും കൈയും കാലും വെട്ടിയിടുന്ന സാഹചര്യം വന്നപ്പോൾ നിശ്ചയമായും സ്വയംസേവന്മാര് ശക്തമായ തിരിച്ചടികൾ നൽകിയിട്ടുണ്ട്. ആ തിരിച്ചടിക്കിടയിൽ ഒറ്റ ദിവസം തന്നെ 1-2 ആളുകൾ മരിച്ചു. കുറെ ആളുകൾക്ക് അവർക്ക് പരിക്കേൽക്കുന്ന സ്ഥിതിയുണ്ടായി. ഉടൻ തന്നെ നേതൃത്വം ഉണർന്നു, പോലീസ് ഉണർന്നു, പത്രങ്ങൾ ഉണർന്നു, എല്ലാവരും ഉണർന്നു. അവർ പ്രശ്നമാണ്, സമാധാന കമ്മിറ്റി ഉണ്ടായി, ഇതെല്ലാം ഉണ്ടായി.
പക്ഷെ ഈ സംഭവങ്ങളെല്ലാം നടക്കുന്ന സമയത്ത് ഏകപക്ഷീയമായി സ്വയംസേവന്മാർ വേട്ടയാടപ്പെടുന്ന സമയത്ത് ഇവരാരും ഉണർന്നിരുന്നില്ല. അങ്ങനെ സമാധാന കമ്മിറ്റി നവംബർ മാസം 22-ാം തീയതി ഡിസംബർ മാസം 22-ാം തീയതിയോടുകൂടി കളക്ടറേറ്റിൽ സമാധാന കമ്മിറ്റി ഉണ്ടായി. CPM-ന്റെ പ്രതിനിധികൾ നമ്മളവിടെ പങ്കെടുത്തു, കാര്യങ്ങൾ ചർച്ച ചെയ്തു. അപ്പൊ ചർച്ച ചെയ്ത സമയത്ത് ഞങ്ങൾ വളരെ വ്യക്തമായിട്ടെന്ന് പറഞ്ഞു, CPM-ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല. അവരിപ്പോ സമാധാനത്തിന്റെ കാര്യം പറയുന്നുണ്ട്. പക്ഷെ സമാധാനം അധികൃതരുടെ മുമ്പാകെ വന്ന് നമ്മളോട് പറയുന്ന ഈ സമാധാനത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. കാരണം അവർക്ക് സമ്മേളനം നടക്കുന്ന കാലമാണ്. ആ സമ്മേളനം നടക്കുന്ന കാലത്ത് പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് കരുതി നിൽക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് വിശ്വാസമില്ല. പക്ഷെ CPM-ന്റെ നേതൃത്വം, കലക്ടറും SP-യും അവരെല്ലാവരും പറഞ്ഞു അതങ്ങനെയല്ല. അവർ പറഞ്ഞു നമ്മൾ ജില്ലയിൽ സമാധാനം ഉണ്ടാക്കണം, ശാന്തി ഉണ്ടാക്കണം, വികസനം വരണം, വ്യവസായം വരണം. അതുകൊണ്ട് CPM തീരുമാനിച്ചിരിക്കുകയാണ്, തിരിച്ചടി ഉണ്ടാവില്ല എന്നൊക്കെ. പിന്നീട് നടന്ന 2 കൊലപാതകങ്ങൾ ജനുവരി 12-നും ജനുവരി 26-നും നമ്മളുമായിട്ട് ബന്ധമില്ലാത്ത സംഭവങ്ങളാണ്. അതിനെയെല്ലാം ഉത്തരവാദിത്വം നമ്മുടെ തലയിൽ കെട്ടിവെച്ചു. ജിജേഷ് എന്ന് പറഞ്ഞ കോടിയേരിയിൽ ഒരാൾ മരിച്ചു. ഉടൻ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രഖ്യാപനമാണ്. അവിടുത്തെ നഗരസഭാ കൌൺസിലർ അജേഷ്. തലശ്ശേരി നഗരസഭയിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP 3 സീറ്റിൽ CPM സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്തു. വേറെ 3 സീറ്റിൽ 10-ൽ താഴെ വോട്ടിന് 2-ാം സ്ഥാനത്തെത്തി. മാർക്സിസ്റ്റ് പാർട്ടിയെ ഞെട്ടിച്ച ഒരു വിജയമായിരുന്നു. അതിൽ അജേഷ് എന്ന് പറയുന്ന തലശ്ശേരി ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠിച്ച ജഗന്നാഥ ക്ഷേത്രം ഉൾക്കൊള്ളുന്ന ടെമ്പിൾ വാർഡിൽ നിന്ന് ജയിച്ച അജേഷ് 196 വോട്ടിനാണ് ജയിച്ചത്. CPM സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്തു 196 വോട്ട്. ആ അജേഷിനെ ഈ കൊലക്കേസിൽ 1-ാം പ്രതിയാക്കി. എന്നിട്ട് കേസ് കൊടുത്തു. 11 ആളുടെ പേര് പറഞ്ഞു. ഭാഗ്യത്തിന് തൊട്ടടുത്തൊരു ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുമ്പോൾ ഈ അജേഷും ഇവരെല്ലാവരും അവിടെ സജീവമായി ഉണ്ടായിരുന്നു. പോലീസുകാരുണ്ടായിരുന്നു. അജേഷിനെയൊക്കെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അപ്പോഴത്തേക്ക് DIG മനോജ് എബ്രാഹിം വന്നു. മനോജ് എബ്രാഹിമിന്റെ നിർദ്ദേശപ്രകാരം നിഷ്പക്ഷമായ അന്വേഷണം നടത്തിയപ്പോ ഈ 11 പേർക്കും ഈ സംഭവമായിട്ട് ഒരു ബന്ധമില്ല എന്ന് കണ്ടെത്തി. അവരുടെ പേരിലുള്ള FIR റദ്ദാക്കി. പക്ഷെ മാർക്സിസ്റ്റ് പാർട്ടി പറയുന്നത് ഇത് RSS തന്നെ ചെയ്തതാണ്. ഫസൽ എന്ന് പറയുന്ന NDF-കാരൻ ഇതേ സ്ഥലത്ത് വെച്ച് കൊല്ലപ്പെട്ടപ്പോ കോടിയേരി ഉൾപ്പെടെ വന്നിട്ട് പറഞ്ഞു ഇത് RSS ചെയ്ത് തന്നെ. കോടിയേരി ബോഡി മോർച്ചറി പോയി നോക്കിയിട്ട് പറഞ്ഞു, ഒരു സർജന്റെ വൈദഗ്ധ്യത്തോടുകൂടി പറഞ്ഞു ഇത് RSS-ന്റെ വെട്ട് തന്നെയാണ്, RSS-കാർ ചെയ്തു തന്നെയാണ് എന്ന്. ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോ ആഭ്യന്തരമന്ത്രി പറയാണ് വന്നിട്ട് RSS ചെയ്തു തന്നെയാണ്. 5 ഏജൻസികൾ അന്വേഷിച്ച അവസാനം ഓരോ ഏജൻസിയും പ്രതികളെ പിടിക്കുന്നുള്ള ഘട്ടമെത്തുമ്പം അവരെ മാറ്റും. അവസാനം ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു. ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിട്ട് CPM-കാരായിട്ടുള്ള 3 ആളുകൾ കോടിയേരിയുടെ വീട്ടിന്റെ അപ്പുറത്തെ വീട്ടുകാരെ ആ കേസിൽ ഫസൽ വധക്കേസിൽ അറസ്റ്റ് ചെയ്തു. RSS ആണ് ചെയ്തതെന്ന് അവർ അതുവരെ പറഞ്ഞതാണ്. അപ്പൊ NDF-കാർ പൊതുയോഗം നടത്തിയിട്ട് പറഞ്ഞു ഈ കേസിൽ CPM-കാർ പ്രതികളാകരുതേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പക്ഷെ അവർ പ്രാർത്ഥിച്ച് നടന്നില്ല. CPM-കാർ എന്ന പ്രതികളായി. ഇപ്പോ ഈ ജിജേഷ് മരിച്ചതിന് ശേഷം CPM-ന്റെ പൊതുയോഗത്തിൽ അവർ NDF-കാർ പ്രതികളാകരുതേ എന്ന് പ്രാർത്ഥിച്ചിട്ടില്ല. കാരണം അവർക്ക് വിശ്വാസമില്ലല്ലോ. പക്ഷെ അവർ ആഗ്രഹിക്കുന്നത് അതിൽ NDF-കാർ വരരുത്, RSS-കാർ വരണമെന്നാണ്. RSS-ന്റെ തലയിൽ ഇത് പോലീസ് അന്വേഷിച്ചു. NDF ആണ് ഇതിന് പുറകിൽ നിന്ന് കണ്ടെത്തി. DIG ആ കാര്യം പറഞ്ഞു. അദ്ദേഹത്തെ രാഖ് രാമാനും സ്ഥലം മാറ്റി. CPM എണ്ണി 4. അവർക്ക് എണ്ണം തികക്കണം. എണ്ണം തികക്കാനുള്ള അവരുടെ ആ വിഭ്രാന്തി. പിന്നെ ഏതായാലും നമുക്ക് വളരെ വ്യക്തമായി തന്നെ വിവരങ്ങൾ കിട്ടിയിരുന്നു. സമ്മേളനം കഴിഞ്ഞപ്പോ മാർക്സിസ്റ്റുകാർ നല്ല രീതിയിൽ തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട കാര്യകർത്താക്കളെ പിടിക്കാൻ വേണ്ടി ഇപ്പോ അവിടുത്തെ ശാരീരിക ശിക്ഷ പ്രമുഖ സുമേഷ് തലശ്ശേരിയിലെ നമ്മുടെ വളരെ ധീരനായ, വളരെ കാലമായി തലശ്ശേരിയിലെ പ്രവർത്തനം നേതൃത്വം കൊടുക്കുന്ന MP സുമേഷ്, അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ വളരെ കാലം പ്രചാരകനായിരുന്നു രാജേഷ്. ആ സുമേഷ് അന്ന് ഉച്ചവരെ നമ്മുടെ സേവാനിധി കലക്ഷൻ എടുത്ത് സംഘത്തിന്റെ